സൗഹൃദ കൂട്ടായ്മയായ തൗദാരം പൊന്നാനി സംഘടിപ്പിക്കുന്ന പൊൻനെക്സ്റ്റ് 2031 വികസന കോൺക്ലേവിന്റെ ഭാഗമായി ജനപ്രതിനിധികളുടെ ശില്പശാല സംഘടിപ്പിച്ചു. കോൺക്ലേവിന്റെ ഭാഗമായി പൊന്നാനി അസംബ്ലി മണ്ഡലത്തിന്റെ വികസന സാധ്യതകൾ പഠിച്ച് വിഷയവിദഗ്ധർ കരട് വികസന രേഖ തയ്യാറാക്കും. തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെയും മണ്ഡലത്തിലെ പൊതുജനങ്ങളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന സമഗ്ര വികസന രേഖ മെയ് മാസം അവസാനത്തിൽ MLAക്ക് സമർപ്പിക്കും. 7 വികസന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. ചീഫ് അഡ്വൈസർ ഡോക്ടർ അബ്ദുൽ ജബ്ബാർ അഹമ്മദ് പരിപാടി വിശദീകരിച്ചു. പൊന്നാനി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റമീന ഇസ്മായിൽ, പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K വത്സലകുമാർ, മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ മുത്തേടത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം സുലൈഖ റസാഖ്, PKM ഇക്ബാൽ, ലത്തീഫ് കളക്കര, അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി, ജിബീഷ് വൈലിപ്പാട്ട്, ഡോക്ടർ MV ബുഷ്ര, UK കബീർ, PP സക്കീർ എന്നിവർ സംസാരിച്ചു. KV നദീർ സ്വാഗതവും KV ഹബീബുള്ള നന്ദിയും പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നേരത്തെ പ്രശ്നം സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്ന പല കാര്യങ്ങൾക്കും തടസ്സമായി മാറുന്നുണ്ട്. അത് മാറ്റിയെടുക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ തുടക്കത്തിലെ അടിവരയിട്ട് പറയുകയാണ് ഇത്തരത്തിലൊരു പരിപാടിയുടെ വിജയം. പിന്നീട് നമ്മളുടെ വികസന പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തുകയും അതിൽ നിന്ന് നല്ലത് ഉൾക്കൊള്ളുകയും അതിൽ പ്രയാസങ്ങളെ നമുക്ക് തടസ്സം നീക്കാനുള്ള രീതിയിലേക്ക് പോവുകയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് കൊണ്ടുപോയാൽ, കാരണം ഒരു MLA ഒരു MP ഒരു നഗരസഭയോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനം വിചാരിച്ചാൽ മാത്രം വികസനം നടക്കില്ല. നമ്മൾ ഇതുപോലുള്ള കൂട്ടായ്മകൾ ജനങ്ങൾ വിചാരിച്ചാൽ നടക്കുകയുള്ളൂ. അതിന് ഒരു തുടക്കമാകാൻ ഈ തൗദാരത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ മുതൽ മുരട്ടോട് മുതൽ BM8 വരെയുള്ള കോൾമേഖലയിൽ അതിൻ്റെ കോൾമേഖലയിൽ ബണ്ടുണ്ടാക്കിയിട്ട് അവിടെ കൃഷിയോഗ്യമാക്കുക, അതിൽ വിവിധ തരത്തിലുള്ള ടൂറിസങ്ങൾ കൊണ്ടുവരാനൊക്കെ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് നമ്മുടെ പൊന്നാനി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് 2037 നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിന് വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ നമുക്ക് ലഭ്യമാണ്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ ഒരു MP അല്ലെങ്കിൽ MLAയുടെയോ ഫണ്ട് മാത്രമല്ല, വിവിധ തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിനുള്ള നമ്മൾ അറിയാതെയുള്ള ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറിയാതെയുള്ള ഒരുപാട് പദ്ധതികൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരുപാട് പദ്ധതികളുണ്ട്. അതിന് നമ്മുടെ മണ്ഡലത്തിലേക്ക് എത്തിപ്പെടാത്ത ഒരുപാട് ഫണ്ടുകളുണ്ട്. അതൊക്കെ ഈ കൂട്ടായ്മയിലൂടെ, ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഇതിൽ റിട്ടയർ ആയിട്ടുണ്ട്, പിന്നെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. എന്തായിരുന്നാൽ അവരോടൊക്കെ ഒരു വലിയ ശ്രമപരമായി കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വികസന കാഴ്ചപ്പാടിൽ പദ്ധതി തയ്യാറാക്കി സർക്കാരുകളുടെ മുന്നിൽ വെച്ചാൽ നമ്മൾ പറയുന്ന തരത്തിലേക്കുള്ള വികസനം പൊന്നാനിക്ക്